ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുധാമൂസിലെ വ്ലോഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഹായ്, നമുക്ക് സാന്ത്വനം 2 നാളത്തെ പ്രമോ കേട്ടാലോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാവരും കൂടെ വന്ന് നിൽക്കണ ഇതാണ് ഇന്നത്തെ തീർന്നത്. പത്രപ്രവർത്തകരും ടി വിക്കാരും എല്ലാവരും വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. കുറേ പിള്ളേർ സെറ്റും ഷോർട്സും വീഡിയോസും ഒക്കെ എടുക്കാൻ വന്നേക്കുക. അതൊക്കെ കാണുമ്പോഴത്തേക്കും പോലീസുകാരനാകെ വെപ്രാളപ്പെടുന്നു. പോലീസുകാരൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോ എന്ന് പറയുന്നുണ്ട്. SI അന്നേരം നമ്മുടെ SI പറയേണ്ട എല്ലാവരും ഇറങ്ങിപ്പോകുന്ന. അപ്പോൾ മീനാക്ഷി പാവം കൈക്കൂലി കൊടുത്ത് ഇവിടെ കയറ്റിയിട്ടേക്കുകയെന്ന് പറയുന്നുണ്ട്. വ്യാജ കേസാന്ന് പറയുന്നുണ്ട്. കൃഷ്ണമംഗലക്കാർ ചെയ്തതാണ് ഈ SI അവരുടെ പുറകെ നിന്ന് വാലാട്ടി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ. ഇയാൾ പറയണ പാവപ്പെട്ട സ്ത്രീയെ എന്നാണ് ഈ കാണിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം. ആൾമാറാട്ടം ചെയ്ത ആളെ കാണിച്ചു കൊടുക്കുകയാണ് ആര്യൻ. ചേട്ടത്തിൻ്റെ പേരിൽ പോയി പൈസ കൊടുത്തത് അവനാണെന്നാണല്ലോ പറയുന്നത്. ആ വീട്ടിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ഏട്ടനാ ചെയ്തതെന്ന് പറഞ്ഞുണ്ടാക്കി. അയാൾ ആൾമാറാട്ടം നടത്തി കൈകാര്യങ്ങൾ ചെയ്തത്. പോയ വീട്ടിൽ CCTV എല്ലാം നോക്കി പരിശോധിച്ച് അയാൾ ഓർത്തില്ല. അയാളുടെ മുഖം നല്ല വ്യക്തമായിട്ട് ആര് CCTVയിലെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെല്ലാത്തിനും സൂത്രകാരൻ ഈ നിൽക്കണ SI ആണെന്ന് പറയുക. അങ്ങനെ അച്യുതനും അനന്തനും വേണ്ടിയിട്ടാണ് ഈ SI അങ്ങനെ കാണിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. ഇയാളുടെ മുഖം ശരിക്കും അങ്ങ് എടുത്തോന്നും പറഞ്ഞ് ആര്യ സമൂഹത്തെ കാണിച്ചു കൊടുക്കണമെന്ന് കാണിക്കാണ് മീഡിയക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്. അച്യുതൻ അന്നേരം നമ്മുടെ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൈക്കൂലി കേസിൽ പിടിക്കണത് കാണുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം കൃഷ്ണനും അനന്തനും പെട്ടെന്ന് ഞെട്ടുക. ഇത് അച്യുതനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും അച്യുതൻ പറയാം ഇതൊന്നും വേണ്ടാന്ന് പറയുവാണ്. അതാണ് ഇതാന്നൊക്കെ പറയുന്നത്. ഇത് ദേവന്മാരുടെ നിസ്സാരക്കാരല്ലല്ലോ. പിന്നെ അങ്ങനെ എത്രയും പെട്ടെന്ന് പൊക്കുമെന്നും പറഞ്ഞ് ഒക്കെ പിടിക്കുകയാണ്. പോലീസുകാർ വരും, എത്രയും പെട്ടെന്ന് പൊക്കുമെന്നും പറഞ്ഞ് പോവാം. മീനാക്ഷിയുടെ ഹോൾഡ് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പൊക്കുമെന്നും പറഞ്ഞ് പറയുകയാണ്. അതിനുശേഷം മീനാക്ഷിയുടെ SIയും വിളിച്ചുകൊണ്ട് അയാൾ സ്റ്റേഷനിൽ നിന്നും ബിസിനസ് ചെയ്ത് പോവുകയാണ്. കോടതിയിൽ പോണതിന് മുമ്പ് റിലീസ് ചെയ്യും. അത് കാണുമ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാവുകയാണ്. ആകാശിനോട് സോറിയൊക്കെ പറയുകയാണ്. ബാലനും ആകാശിനോട് സോറി പറയണം, മോനെ തെറ്റിദ്ധരിച്ചു പോയി, മീനാക്ഷിയുടെ ജോലി കളയുമെന്ന് പറഞ്ഞപ്പം നീ തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഓർത്തു, ക്ഷമിക്കും മോനെ എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് ആകാശിനെ. അങ്ങനെ അവരെല്ലാവരും കൂടെ സോറിയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. പിന്നെ മാമനും ആകാശമൊക്കെ പറയുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ, ഞങ്ങൾക്ക് ഇപ്പം തന്നെ വരാം, ദേശിച്ചിട്ട് പണി ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ പറഞ്ഞേ ഞങ്ങളെങ്ങും പോവല്ലേ, നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ എന്നും പറഞ്ഞ് ബാലനെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോവാണ്. മീനാക്ഷിക്ക് സങ്കടമുണ്ട്. ഭയങ്കര സങ്കടത്തിലാണ് മീനാക്ഷി. വണ്ടിയിലിരുന്നൊക്കെ മീനാക്ഷി കരയാണ്. ഭയങ്കര വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പിടിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ പൊട്ടി കരയാൻ തുടങ്ങുവാണ് മീനാക്ഷി. അതേസമയം ആകാശ ആര്യനോട് പറയണ കൃഷ്ണമംഗലക്കാരോട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ്, അവരല്ലെങ്കിൽ ഓടിപ്പോകുമെന്ന് പറയുകയാണ്. അപ്പം അലോകിനെ പിടിച്ച് നല്ല രീതിയിൽ ചവിട്ട് മെതിച്ച് കേസുള്ളത് കൊണ്ട് ആവില്ലല്ലോ. അച്യുതനെ അലോകിനെയും കൈകാര്യം ചെയ്ത് ആര്യനും ആകാശവും മാമനും കൃഷ്ണമംഗലത്തിലേക്ക് ഇടിച്ച് കയറി അലോകിനെയും അച്യുതനെയും ഒക്കെ ഇടിച്ച് നല്ല പഞ്ചറാക്കും. അത് കഴിഞ്ഞിട്ട് അലോകിനെയും കൊണ്ടിട്ട് മീനാക്ഷിനോട് മാപ്പ് പറയിപ്പിച്ച് അലോക്. പാവം കാല് പിടിപ്പിക്കേണ്ടതാണ്. പക്ഷേ ആരെയും പറയാണ്, മീനാക്ഷിയുടെ കാല് പിടിക്കാൻ പോലും കൊള്ളില്ല,
അത് കാരണം മീനാക്ഷിനെ വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയെന്ന്. സോറി പറയിപ്പിക്കുകയാണ്. സോറി പറയാൻ മടിയാണ്. സോറി പറയുക എന്ന് പറഞ്ഞാൽ ആര്യ സോറി മൊബൈലിലേക്ക് വിളിച്ചിട്ട് കരഞ്ഞിട്ടും സോറി പറഞ്ഞു. ആര്യനെ അലോകിനെയും കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അങ്ങനെ അലോകിൻ്റെ ചെവിയിലേക്ക് ഫോൺ വെച്ച് കൊടുത്തിട്ട് ഹലോ ഞാൻ അലോകാന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അച്ഛനും ചെയ്ത തെറ്റിന് സോറി മാപ്പ് തരണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് അലോക്. അങ്ങനെ അത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ അത് പറഞ്ഞത് മാപ്പ് പറഞ്ഞല്ലോ. അങ്ങനെ ആകാശം ആര്യനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് മാമനൊക്കെ കൂടി വന്നു. അപ്പം അച്യുതന് ദേഷ്യം വരികയാണ്. അതിന് പകരം വീട്ടു എന്നൊക്കെ പറഞ്ഞ് അനുമോൻ്റെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങാലോ, അവിടെ സന്തോഷമുള്ള കാര്യമല്ലോ നടക്കാൻ പോണത്. അങ്ങനെ സത്യം പറഞ്ഞ കെട്ടാൻ പോണ ചെറുക്കൻ പകരം വിട്ടു. അലോകിനെ കല്യാണം കഴിക്കാൻ നിന്നല്ലോ. പിന്നെ അനുവിനെ കെട്ടാത്തോണ്ടുള്ള വാശിയുണ്ടല്ലോ അവന്. എന്നിട്ട് പറയാം എന്താണേലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയാണ് അലോകിനോട്. അപ്പം ഞാൻ വെച്ചാൽ അവനായിട്ട് ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ്. കെട്ടാൻ പോണ ചെറുക്കനെ ഫോൺ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അനുവിനെ എങ്ങനെയെങ്കിലും അനുവിനെ കല്യാണം മുടക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അലോക്. അങ്ങനെ കല്യാണം മുടങ്ങും. പക്ഷേ അതെ, വിവാഹം മുടക്കാന്നുള്ള അതാണ് അനൂപിന് മനസ്സിലായി. എന്നെ ചതിച്ചതാണെന്നും ഒക്കെ വീട്ടുകാർ ചതിച്ചതാണെന്നും ഒക്കെ മനസ്സിലായി. അനൂപ് വിട്ടുകൊടുക്കില്ല. അലോക് വിവാഹം ചെയ്തു എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. കൃഷ്ണമംഗലത്തിലേക്ക് കയറി ചെല്ലുകയാണ് അനു. അവിടെ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കാമോ അതിനൊക്കെ അനു ചെയ്യുകയാണ്. എന്താണേലും അനു അവിടെ ചെന്നിട്ട് അലോകിനും അനു വീട്ടുകാർക്കും ഒക്കെ നല്ല പണിയാണ് കൊടുക്കുന്നത്. അതാണ് ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.